ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ ഇന്നലെ കൊടൈക്കനാലാണല്ലോ നിന്നത്. അപ്പോൾ രാവിലെ നീച്ചിട്ട് പല്ലും കൂടി തേക്കാതെ നമ്മൾ ചാടിക്ക് ഇറങ്ങിക്കാണ്. കാരണം എന്താ വെച്ചാൽ ബ്രഷും പേസ്റ്റ് ഒന്നും ഇല്ല, അപ്പോൾ അത് വാങ്ങണം. ഗൈസ്, ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും പല്ലേക്കാത്ത മിന്നുനെ കണ്ടുകൂടോ? പാണി കണ്ടോളി, പല്ലേക്കാത്ത മിന്നു. എവിടെ ഒന്നൂതിക ആനെ കണ്ടിട്ടാ കുരക്കണ്. കുളിക്കാനാണ്, നാറിയിട്ടാണോ കുരക്കണത്? ഞാൻ ഇന്നലെ കഴിച്ചിക്കണ്. ഹലോ, നമുക്ക് തിരിച്ചിങ്ങോട്ട് വരണം, തിരിച്ചിങ്ങോട്ട് വരണം. തമാശ കളിക്കല്ലേ? അനക്ക് ഓട്ടോമാറ്റിക് ഉള്ളല്ലേ അറിയാം? സത്യാണല്ലോ. എടാ സിനാനെ കളിക്കല്ലോ, കൊടൈക്കനാല് പോണം. ഇപ്പൊ പമ്പറേ പോയിട്ടുള്ളൂ. അല്ല, കൊടൈക്കനാലിന് പെരി പോണ്ടേ? ആ കാര്യം പറഞ്ഞു. അത് വേണ്ട. പിന്നോ ന്യൂട്ര ഏതാ? ആ, ഇനി എങ്ങനെ വണ്ടി എടുക്ക? എന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ ഓടിക്കുക? അത് പറ. നിക്ക് എന്നിട്ട് എങ്ങനെ വണ്ടി മുന്നോട്ട് പോണ്ട? അപ്പൊ വേറൊന്നും കാട്ടണ്ട. ക്ലച്ച് പിന്നെ ജയശേട്ടൻ വന്നു വിടോ? ഏതാണ് ABC? ഇതേ വണ്ടി ഒരു മുമ്പിലൊരു വണ്ടിയാണ് വന്ന് നിൽക്കുമ്പോ എനിക്ക് ABCD എണ്ണാനൊന്നും ഉണ്ടാവില്ല. അപ്പണ് നോക്കി ചവിട്ടേണ്ടി വരും. അല്ലേ, ഇതിലേതൊക്കെ ക്ലച്ച് ബ്രേക്ക്? ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ആ, ഇതിലെങ്ങനെ ഇനി വണ്ടി സ്റ്റാർട്ട് ആക്കിട്ട് എങ്ങനെ ക്ലച്ചിന്റെ പതുക്കെ കാലെടുത്തിട്ട് ബ്രേക്കിലേക്ക് ആക്സിലേറ്ററിൽ ചവിട്ടും. എനിക്കറിയാം. എന്നാ ഇപ്പൊ തൽക്കാലം ഇറങ്ങിക്കളാം, നമുക്കിന്ന് ഡാൻസ് കളിക്കണ്ടേ? ഒരു ട്രിപ്പ് വന്നിക്ക, ഇനിയിപ്പോ ഇന്ന് ഡാൻസ് കളിക്കണം. അതിന്റെ ടെൻഷനില്ല, ഡിപ്രഷന് പോകാൻ രാവിലെ തന്നെ. ഓക്കെ, മിന്നും ബാക്കി ഇരുന്നോ? തൽക്കാലം ഇരിക്കും. മിന്നുവേ വരണ്ട, വെക്കല്ലേ. ഞാൻ അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട്. അപ്പൊ ഞങ്ങളിന്ന് കഴിക്കാൻ പോണത് എവിടേക്കാണ്? ചായയും ദോശയും ബനാന റോസ്റ്റും. ഇതൊക്കെ എവിടുന്നാണ്? കൊച്ചിയല്ല, ഇത് കൊടൈക്കനാലാ. ജയശേട്ടൻ കൊടുന്ന് വെച്ചിക്കണം. പിന്നെ നമ്മൾ ഇന്നലെ ഒരു കടയിൽ പോയിട്ട് തന്നെ ലാസ്റ്റ് നമ്മള് നീച്ചു പോണെന്നല്ല, നമ്മള് വർത്താനം പറഞ്ഞിട്ട് ചായയും ചോറൊക്കെ അങ്ങനെ പറഞ്ഞിടോ. ആകട്ട് പോയി, ആകണ്ട ഡീപ്പ്. ഞാൻ ചത്താലും, ഞാൻ പട്ടിണി കടന്നാലും, ഇവിടെ ഒരാഴ്ച പട്ടിണി കടന്നാലും ഞാൻ പോവില്ല. ഇല്ല, പോവില്ല. ഞാനിവിടെ മറ്റേ മരത്തുമ്മ എന്തെങ്കിലും പറിച്ചിട്ടായാലും ഞാൻ തിന്ന് ജീവിക്കും. ആ കടല്ല, വേറെ കടല്ലേ. ഞാൻ കൊടൈക്കനാല് ഇവിടുന്ന് 10-60 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിക്ക്. അവിടെ പോയിട്ടായാലും നമ്മൾ തിന്നും. അല്ല, നമ്മൾ തിരിക്കണം, വണ്ടി തിരിക്കണം, റിവേഴ്സ് എടുത്താണ്ട് പോകാൻ. ആ ചേച്ചിനെ കാണിച്ചു കൊടുക്കുക, പാത്രം വെക്കാൻ ചേച്ചിയാ. അല്ലടാ, പാവം പാത്രം മോറാൻ കഴുകുക. മോറാൻ വരുന്ന ചേച്ചി മിന്നു. അപ്പൊ എങ്ങനെയുണ്ട് കൊടൈക്കനാൽ? എങ്ങനെയുണ്ട് കൊടൈക്കനാൽ? കണ്ടിട്ടില്ലേ കൊടൈക്കനാലിന് വന്നപ്പോ? രാത്രിയല്ലേ, ഇരുട്ടല്ലേ, അപ്പൊ എങ്ങനെ കാണാൻ പൊട്ടത്തി? ഇന്ന് കണ്ടാലോ? നമുക്ക് സൈറ്റ് സീയിങ് പോവാം. സൈറ്റ് സീയിങ് പോവാം. പക്ഷെ നമ്മളിന്ന് ടെന്റ് അടിക്കണ്ടേ? ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്താണെന്ന് അറിയോ ഗൈസ്? നമ്മള് ഒരു കിടിലൻ സ്പോട്ടിൽ പോയിട്ട് ടെന്റ് അടിച്ചിട്ട് നമ്മള് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് തന്നെ ഇതൊക്കെ ഉണ്ട്, ലേക്ക് അല്ല, ഒരു വെള്ളം സ്വിമ്മിങ്. അതിനെന്താ പറയാ? എനിക്കറിയാം. അല്ലല്ല, പാറക്കല്ലിക്കോട് പോണത് എന്താണ് അതിന്റെ പേര്? വാട്ടർഫോളിങ്ങോ? സ്മോൾ വാട്ടർഫോൾ. ഓക്കെ, നമ്മളിന്ന് അങ്ങനെയൊക്കെയാണ് പരിപാടി. എന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ. പിന്നെ അതല്ല ഡിപ്രഷൻ, അതല്ല, ഇത് കണ്ണമ്മല്ലേ? കണ്ണമ്മാ, നിങ്ങളെവിടെ അടിക്ക? യോക്സ് ഒക്കെ ഇവിടെ ഉണ്ടാ? പ്രോപ്പർട്ടിയിലുണ്ടാ? ഓക്കെ, ഇറങ്ങണ്ടവര് നോക്കേ. കണ്ണമ്മ ഞങ്ങളെ പഴയ ഫ്രണ്ടാ. ഇവിടെയും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനല്ല, നമ്മളിവിടെ പ്രോപ്പർട്ടി. എനിക്കൊരു ഫ്രണ്ടും ഇല്ല. ഇതിനെങ്ങനെ ഫ്രണ്ട് ഉണ്ടാവുക? ഫുള്ള് എന്റെ ഫ്രണ്ട്സ് ഫുള്ള് ഞാൻ പറയണില്ല. ഇതാണ് ഗൈസ് കൊടൈക്കനാല്. കൊടൈക്കനാലത്തെ ലാൻഡ്സ്കേപ്പ് പറഞ്ഞാല് ഇങ്ങനെ തട്ടായിട്ട് അവിടെ ഒക്കെ കണ്ടോ കൃഷി, പിന്നെ അതുപോലെ തന്നെ മണ്ണൊലിപ്പ് തടയാനൊക്കെ വേണ്ടിയിട്ടാണ് തട്ടായിട്ട് ഇങ്ങനെ വെച്ചിക്കണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ല, പിന്നെ എന്റെ പോലെ വിദ്യാഭ്യാസം മാത്രം പോരാ,
കുറച്ച് പുറത്തുള്ള നോളജ് വേണം. എനിക്ക് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ആറാട്ടന്റെ പോലെ വിവരമുള്ളൂ. അല്ല വിവരല്ല. കാണില്ലേ ആറാട്ടൻ എന്റെ ഫ്രണ്ടാ. അതിനെന്താ ഞാൻ ആറാട്ടനോട് ഞാൻ പറയലുണ്ടല്ലോ. വിദ്യാഭ്യാസം ഉള്ളു ഇവൾക്ക്, വിവരമില്ല. എനിക്ക് രണ്ടുമില്ലേ. ഇല്ല. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആണല്ലോ. ഞാന് പഠിക്കാൻ പോയിട്ടൊന്നുമില്ലല്ലോ. ഇതൊക്കെ പഠിക്കാൻ പോയിട്ടല്ല എങ്ങനെ മന്ദബുദ്ധിയായി. അല്ലെങ്കിൽ ഈ പഠിക്കാൻ പോയാലാണ് അധികം മന്ദബുദ്ധിയാണ്. ഈ പഠിപ്പിച്ചാളൊക്കെ അധികം മന്ദബുദ്ധികള്. നിങ്ങൾ നോക്കി നോക്കി, നിങ്ങളെ സർക്കിളിൽ തന്നെ നോക്കിക്കോളൂ. അത് ചായ കിട്ടാ. ചായന്റെ ഇതാണ് എരുമ മീനൂര് പോലെ. ഐസ് നമ്മളിപ്പോ ഉള്ളത് എവിടെയാന്ന് പറയാം, മന്നവന്നൂരാണ്. കൊടൈക്കനാലല്ല കേട്ടോ. കൊടൈക്കനാലിന് ഒരു 60 കിലോമീറ്റർ അല്ല സിനാനെ? 32 ഉള്ളൂ. അത് പൂമ്പാറക്കാണ്. അത് പൂമ്പാറ. ഇവിടുന്ന് അയ്യോ പോലീസ് അടുത്ത് ചായ കുടിക്കാൻ പോവാ. പേടില്ല നിങ്ങക്ക്? പേടില്ലല്ലോ പറയാ. പേടില്ലല്ലോന്ന്. ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? പോലീസാണേ. ഇവരെ പിടിച്ചോളി. അന്നെ പിടിക്കൂട്ടോ, അന്നെ പിടിക്കും. അല്ലെങ്കിൽ നാട്ടിൽ പോയാൽ ചിലപ്പോ പോലീസാണേ. അവർക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതുപോലെ അത് വൈബില്ല. അപ്പുറത്തൊരു കട ഉണ്ട്. ആണോ? ഇന്നലെ ഞാൻ നല്ല കട ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി കാണിച്ചോ. തിന്നോ? എവിടെ മൂഞ്ചി നല്ല മാട്ടിൽ തിന്നില്ലല്ലോ. ഇന്നലത്തെ ഫുഡ് രസമല്ല. വെട്ടി അതെന്താ ഇബലെ സ്വഭാവം കൊണ്ട് അവിടെ കട അടച്ചു പോവാൻ നിക്കണ നേരാണ്. ഇബലാണെങ്കിൽ ഇത് തിന്ന് നീച്ചു പോണില്ല. തിന്നീമല തിന്നോണ്ടിരിക്കുക. നല്ല ഫുഡായത് കൊറേ തിന്നോണ്ടിരിക്കുക. ഒരുത്തൻ ചോദിക്കുക ചായ ഉണ്ടോ? അതിലോ ആള് പറഞ്ഞു ഗ്യാസില്ല. ഐസ്ക്രീം ഉണ്ടോ? ഐസ്ക്രീം ഉണ്ടോ? ഇല്ല സർ, ചായ ഇല്ല. ഐസ്ക്രീം ഉണ്ടോ? ഐസ്ക്രീം എവിടെ ഇല്ല. അതിനിവിടെ ഗ്യാസ് പോലും ഇല്ല. ഐസ്ക്രീം ഉണ്ടാക്കാൻ എന്തൊരു ഗ്യാസ്? പക്ഷെ ആളെ വീഡിയോ എടുത്തുകാണെ ആളതിൽ ആഡ് ചെയ്യാനും. ഇന്നലെ ഞങ്ങളെ അങ്ങോട്ട് പൂണ്ടിക്ക് പോണ ഭാഗത്തെ അല്ല, ഇനി എന്താണാവോ തിരിഞ്ഞു നടക്കാന്ന് പറഞ്ഞു. അല്ല അടിയിലൊരു ചങ്ങായി കിടക്കുന്നുണ്ട്. ഇവരുടെ ഒപ്പം പോയി കഴിഞ്ഞ ഇങ്ങനെ ആവശ്യമില്ല. ഒരു 2-3 പേര് കൂടി നിൽക്കുമ്പോ ഈ സാബു ഭാവേദ അങ്ങോട്ട് വലുതാക്കിയിട്ട് അത് അവിടെ ആരെയോ അവിടെ ആരെയോ തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഞാനും സിനാനും നല്ലവരായിട്ട് ഞങ്ങളിങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യില്ല. ഞങ്ങളിങ്ങനെ പറയുന്നില്ല. ചെക്കന് ഈ തെറി പറയണേ. ഗൈസ് ഈ സാബു കാരനാണ് നമ്മളെ വീഡിയോസ് പലതും ഗൈസ്. നമ്മളെ ഇന്നലെ നിങ്ങൾ ചിലപ്പോ ഈ വീഡിയോ ഒക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ കാണുന്നത്. കാരണം എന്താ വെച്ചാല് നമ്മളെ ചാനലിന് ഒരു സ്ട്രൈക്ക് വന്നിക്കണ്, ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നിക്കണ്. അതെന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ചെക്കൻ്റെ കാക്കാൻ്റെ കുട്ടീനെ മുട്ടാണിമ ഒന്ന് പോയി പിടിച്ചിനു. എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടീനു. അതിന് മുന്നത്തെ വീഡിയോയിൽ കിട്ടീനു ഈ ചെക്കൻ്റെ മുട്ടാണി കണ്ടിട്ട്. ഞാൻ വിചാരിച്ചു കണ്ടാലുള്ള പ്രശ്നം എന്ന്. അപ്പൊ ഞാൻ അവിടെ മറച്ചു, കാണിച്ചില്ല. എന്നിട്ട് മറച്ചു വെച്ചു. എന്നിട്ട് അമ്മ പോയി പിടിച്ചു വന്ന്. അത് പൊളി. എടാ ഞാൻ വെറുതെ ഒരു കണ്ടന്റ് വേണ്ടിച്ച് പിടിച്ചപ്പോ ഇങ്ങനെ 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 അല്ല ഇനിയിപ്പോ പിടിച്ചു എന്ന് പറഞ്ഞു തന്നെ ആക്കോ. അപ്പൊ എന്തായാലേ ഒരാഴ്ച കഴിഞ്ഞ വീഡിയോ ആണ്. ഇനി അറിയൂല, ചിലപ്പോ ഒരാഴ്ച ആവൂല. ഇനി ഞാൻ അപ്പീലിന് കൊടുത്തിക്കണ്. അപ്പീല് കിട്ടി കഴിഞ്ഞാല് റെഡി ആവും. അപ്പൊ നമ്മളവിടെ ചായക്കടയ്ക്ക് വന്നിക്കണം. ഫ്രണ്ടിൽ തന്നെ ഒരു പശുവും അമ്മ പശുവും കുട്ടി പശുവും. അങ്ങനെ നമ്മൾ ഈ കടയ്ക്കാണ്, വല്ലവൻ റെസ്റ്റോറൻറ്റിക്കാണ് നമ്മൾ വന്നിക്കണ്. കളി ചേട്ടാ കഴിക്കണ്ടല്ലോ. ഇഡ്ലിയും ദോശയും. ഇതാ ദോശ? എനിക്ക് ദോശ മതി. ഓനിയൻ ദോശ ഉണ്ടോ? ഓനിയൻ ദോശ എങ്ങനെ ഉണ്ടാവാ? പ്ലെയിൻ ദോശ മതി. പിന്നെ ഇവിടെ കിട്ടുള്ളൂ 4 പ്ലെയിൻ ദോശ. നമ്മളെ വല്ലവൻ റെസ്റ്റോറൻറ്റിൽ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള ഏരിയ കേട്ടോ. ഇവിടെ നിന്നാണ് നോക്കിയ ഫുള്ള് വ്യൂ. കൊക്ക, ഇത് കാക്ക. അതെ, എനിക്ക് ഇവിടെ ഇരിക്കണം. എനിക്ക് വേറുള്ള സ്ഥലത്ത് ഇരിക്കണം എന്തായാലും. വൈറ്റമിൻ ഇ കൊള്ളാനായിട്ട് എവിടെ എന്നാ നമുക്ക് ഇവിടെ ഇരിക്കാം. ഓ നിങ്ങൾ ഡോക്ടറും നിങ്ങൾ നല്ല ആൾക്കാരല്ലേ നിങ്ങൾ രണ്ടാളും. ഞാനും സാബു അല്ലേ.
ഐസ് ഇവിടുത്തെ ഈച്ചക്കൊക്കെ എന്തോ വാദം പിടിച്ചിരിക്കുന്നത് ഒക്കെ ഒന്ന് അനങ്ങാതെ ഇറങ്ങില്ല. ഇവിടുത്തെ ഈച്ചക്ക് തണുത്ത് ഇറച്ചി പോയി. എന്റെ പശു പിന്നാലെ ഓടി. ഒന്ന് ചെന്നോക്കാം. ഇവൻ എവിടുന്ന ഈ ക്ലാസ്സും പിടിച്ചു തന്നെ അറിയാം. മൂത്രയിക്കാൻ പോയതാ. അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ചെന്ത കേട്ട്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എന്താ കേട്ട് ക്യാ ബായെന്നോ നാണമാണ് പശു. ആ എന്തിനാ കുത്താൻ വേനെന്നോ ഗൈസ്. മിന്നത് അവിടെ നിന്ന് നീച്ചിട്ട് ഇവിടേക്ക് പോകണോ? കാരണം അവിടെ വൈറ്റമിൻ ഇല്ല. ഇവിടെ എത്ര വൈറ്റമിൻ? സിനാനെ ഞാനും ഇതൊന്നും വൈറ്റമിൻ കൊള്ളാൻ പാടില്ല. ഓൾക്കൊക്കെ കൊള്ളാം. നമ്മളൊക്കെ വൈറ്റമിൻ കൊണ്ടതിന് ആകെ പോകെ. എന്താണ് ഈച്ചനെ കൊല്ലാനോ? ഈച്ചനെ എങ്ങനെ കൊല്ലാൻ പറ്റുമോ? അന്നാണ് കൊന്നാലോ? ഇവളൊക്കെ എന്ത് ക്രൂര മനസ്സടിച്ചൊന്നില്ല. ഡോക്ടർ അല്ലേ? ഒരു ഈച്ചനെ കൊല്ലാന്നൊക്കെ പറയാൻ പറ്റുമോ? ഈ ഈച്ചനെ കൊന്നാ എനിക്കൊരു കട്ടൻ ചായ വാങ്ങി തരും. വാങ്ങിച്ചിരുന്നാലും വെറുതെ പറയാ. എന്നാലും എന്തായാലേ അപ്പൊ എന്തായാലേ നമ്മള് ചേച്ചി ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് ദോശ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് സിനാന? ഇഡ്ഡലി എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇഡ്ഡലി ടേസ്റ്റ് ഉണ്ട്. നമ്മള് ദോശയാണ്, നെയ് റോസ്റ്റ് അല്ല, എന്തായാലും പറയാ പ്ലെയിൻ ദോശയാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെ വന്നില്ല. നല്ല ചൂടുള്ള നല്ല സോഫ്റ്റ് ഇഡ്ഡലി, നല്ല അടിപൊളി മുളക് ചമ്മന്തി, പിന്നെന്തോ തേങ്ങ അങ്ങനത്തെ പച്ച ചമ്മന്തി. ഇഡ്ഡലിയും ടേസ്റ്റ് കേട്ടോ. സമ്മയായിരിക്കും. നമ്മള് ദോശ എന്താ പറഞ്ഞത്, പക്ഷെ ഇത് കിടില്ല. അപ്പൊ അതിന് മുന്നൊന്ന് മറ്റേ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് 2 ഇഡ്ഡലി. ഓക്കെ, എന്നാൽ നമ്മൾ കഴിച്ചിട്ട് വരാം. പാലക്കാട് പഠിച്ച കുട്ടിയുണ്ട്. വിഷ്ണു കോളേജോ? സമ്മയായിരിക്കും.